7-ാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി, എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി, എനിക്ക് വിറക്കാൻ തുടങ്ങി. സോ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഒരുപാട് പേര് എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി എനിക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഹലോ, ഇർഷാദ് വിസി വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മല്ലു ട്രാവലറിൻ്റെ ഒരു ഇഷ്യൂ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടാവും. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്ക്രീനിൽ വെക്കാം. ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടു. ആദ്യം ശാരീരികമായ കുറച്ച് അതുകൊണ്ട് ഒന്ന് ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞ്, പിന്നെ അതിൻ്റെ ശേഷം അവരൊരു പെർഫ്യൂം ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇല്ല എന്ന് കരുതിയിട്ട് പെർഫ്യൂമിൻ്റെ ഇതിലൊന്നും മുടക്ക് വരുത്തരുത്, അതില്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് പെട്ടെന്ന് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് കഴിയാനുള്ള ഒരു മാർഗം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു സംശയങ്ങളും ഓരോരോ ഊഹാപോഹങ്ങൾ നൽകിക്കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇട്ടൊരു പോസ്റ്റ് എന്താണ്, പിന്നെ ഇതാണ്, അതായത് ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ ഫെയിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റാണ് ലാസ്റ്റ് ഇട്ടത്. അപ്പം അങ്ങനെ എല്ലാം അവസാനിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റാണ് ലാസ്റ്റ് ഇട്ടത്. അപ്പം അതിനുശേഷം എല്ലാവരും, പല ആളുകളും പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതരം വീഡിയോകൾ ഇട്ടു. എന്തോ അസുഖം ബാധിതനാണ്, എന്തോ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, ആക്സിഡന്റ് പറ്റിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു. പക്ഷേ ഇയാൾ തന്നെ സ്വന്തമായിട്ട് അതിനൊരു ഉത്തരം പറയാതെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മല്ലു ട്രാവലർ തന്നെ, അതായത് ഷാക്കിർ എന്ന് പറയുന്ന മല്ലു ട്രാവലർ എന്ന ചാനലിൽ, അവൻ്റെ ചാനലിൽ തന്നെ അതിനൊരു മറുപടി ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കാണാം. മല്ലു ട്രാവലർ എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ ഷാക്കിർ എന്ന് പറഞ്ഞ ആള് ഒരു ബൈക്ക് എടുത്തിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. അത് വ്ളോഗായിട്ട് ചെയ്ത്, ഞാനൊക്കെ ഓരോരോ എപ്പിസോഡായിട്ട്, അതായത് ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്ന വീഡിയോസ് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നത് ഫുള്ളായിട്ട് ആ സമയത്തൊക്കെ കണ്ടിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് ഒരു ബൈക്ക് എടുത്ത് ലോകം മുഴുവൻ ചുറ്റാനും ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊന്നും നടക്കുന്നില്ല. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ, ഒരുപാട് സ്ഥലങ്ങൾ കാണുമ്പോൾ, അതൊരു വീഡിയോ ആയിട്ടെങ്കിലും നമ്മൾ കാണുമ്പോൾ ഞാനൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ ആ വീഡിയോസ് കാണുന്ന ഒരാളായിരുന്നു. പിന്നീട് ആളുടെ സംസാര രീതികളിലൊക്കെ കുറെ നെഗറ്റീവ് വരാൻ തുടങ്ങി. ചില കമന്റുകളൊന്നും ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കുറച്ച് സംസാര രീതികളൊക്കെ വന്നു തുടങ്ങി. ചിലതൊക്കെ ആൾ അക്സെപ്റ്റ് ചെയ്ത് തിരുത്തി, ചില കാര്യങ്ങൾ സംസാരത്തിലുള്ള പിഴവുകൾ, അങ്ങനെ കുറെ നെഗറ്റീവുകൾ വന്നു തുടങ്ങിയ ആൾക്ക്. പിന്നെ അതിന്റെ ശേഷം പിന്നെ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കേസുകളും അതും ഇതൊക്കെ വന്നു. അതിന്റെയൊക്കെ സത്യാവസ്ഥ തെളിഞ്ഞു വന്നാലേ എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ മൊത്തത്തില് ആള് അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ, നിങ്ങൾ എന്നെ കാണുന്നത് എങ്ങനെയാണ്, ഞാൻ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ഒരാൾ, ഇങ്ങനെ നിങ്ങൾ തന്നെ കാണുന്നല്ലേ. എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം എക്സാക്ട്ലി. അഫ്കോഴ്സ് സാമ്പത്തികപരമായിട്ടൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ആദ്യകാലം മുതൽ ഞാൻ ഒറ്റക്കായിരുന്നു ജീവിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. നമ്മൾ ചില ബൈക്കേഴ്സ് ഗ്യാങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നല്ലാതെ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാങ്ങായിട്ട് ആരും കാണാൻ പറ്റില്ല. ഒരു ടീം ഒരിക്കലും എൻ്റെ അടുത്തില്ല. ഓക്കെ, മല്ലു പറഞ്ഞത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെയൊക്കെ മനസ്സിൽ. കാരണം ഒരു ബൈക്ക് എടുത്ത് ലോകം മുഴുവൻ ചുറ്റുന്നു, അത് വ്ളോഗ് ചെയ്യുന്നു, പൈസക്ക് പൈസ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ചെല്ലുന്നിടത്തൊക്കെ കുറെ ആരാധകരുണ്ട്, ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാഴ്ചപ്പാട്. ഓക്കെ, യാത്രകളൊക്കെ തനിച്ചാണ്, പോകുന്ന വഴിയിൽ കാണുന്ന സൗഹൃദങ്ങളും അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ യാത്രക്കോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിനോ ഒന്നിനും ഒരു ഗാങ്ങോ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു ടീമോ ഒന്നും ഇല്ല എന്നാണ് മല്ലു പറയുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനിടയിൽ എനിക്ക് ആകെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമറയാണ്. ഞാൻ യൂട്യൂബിൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം 2018 തുടങ്ങിയാണ്, 7 വർഷമായി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ക്യാമറയോടാണ്, നിങ്ങളോടാണ്.
ഇപ്പം 7 വർഷമായിട്ട് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക് സംസാരിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ എന്ത് സംഭവിച്ചാൽ എൻ്റെ മൈൻഡിനെ ശരിക്കും ഒരു സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ലോൺലിനെസ് ഫീൽ ആവാൻ തുടങ്ങി. എപ്പോഴും ഒറ്റക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചിന്തകളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ആവാൻ തുടങ്ങി. കുറച്ച് കാലമായിട്ട് ഞാൻ വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്തു. വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്തപ്പം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി ശരിക്കും. കാരണം എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, ക്യാമറയിലാണല്ലോ സംസാരിക്കുക, അതും നിന്നു. അപ്പം ഞാൻ ഓൾവേസ് ഞാനൊരു മൂഡി ആവാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കേൾക്കാൻ ആളില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് ആളില്ല ലൈഫിൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആവാൻ തുടങ്ങി. ഇതില് മല്ലു പറയുന്ന ഒരു ഈ അവസ്ഥ, ക്യാമറ, പിന്നെ അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഓഡിയൻസ് എന്നല്ലാതെ വേറൊരു പുറത്തൊരു ലോകം ഇല്ലാതെ കുറേ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നുകൂടായില്ല. മെൻ്റലി ഡൗൺ ആയി ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാറേണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും, മെൻ്റലി ഡൗൺ ആവും. അതൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നാണ് ഇപ്പോൾ മല്ലു പറഞ്ഞു കൊണ്ടുവരുന്നത്. നമുക്ക് ബാക്കി കാണാം. അങ്ങനെയാണ് ഞാനൊരു ശാരീരികമായ അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ ട്രാവൽ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി, അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട് അവിടുന്ന് ഞാൻ മക്കാവ് പോയി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി, ലാവോസ് പോയി, ഇവിടെയൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴി ഞാൻ തായ്ലൻഡ് ജയിലിലും കിടന്നു 2 ദിവസം. അവിടെ ഡിറ്റൻഷൻ സെൻറ്ററിൽ 2 ദിവസം കിടന്നു. കാരണം ഐ വാസ് നോട്ട് മെൻ്റലി ഫിറ്റ്. ദുബൈയിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ആളുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒരു യാത്ര പോയി. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ യാത്ര പോയി. അതിൻ്റെ ഇടയിൽ എവിടെ ജയിലിലൊക്കെ കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മെൻ്റലി വളരെ മോശമായ രീതിയിലേക്ക് ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ദുബായിലെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊന്ന് കാണാം. ഇവിടെ വന്നു. ഞാനിവിടെ ഒരു 2-3 ദിവസം ഞാനിവിടെ നിന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഒന്നും ഇവിടെ ഇല്ല, അവരൊക്കെ നാട്ടിലുള്ളത്. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ദുബായിൽ വന്ന് ഒരു 3 ദിവസം താമസിക്കുന്നുണ്ട്. ഒറ്റക്കാണ് താമസിക്കുന്നത്, ഫാമിലി ഒന്നും ഇല്ല, ഫാമിലിയൊക്കെ നാട്ടിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മല്ലു തന്നെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പല ആളുകളും പല വീഡിയോസും ഉണ്ട്, മല്ലുവിൻ്റെ 2ാമത്തെ ഭാര്യയും ഇട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മല്ലു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാമിലി നാട്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയാണ്. ഒറ്റക്കാണ് ജീവിക്കുന്നത്. അപ്പം ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് എൻ്റെ മൈൻഡ് പിന്നെയും വേസ്റ്റ് ആകാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊന്നും. എനിക്ക് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ഞാനത് സോൾവ് ചെയ്തേനെ, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ 7-ാം തീയതി ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 7-ാം തീയതി ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ എല്ലാ സ്ഥലത്തും നടക്കലാണ്. എനിക്ക് ഓണമില്ല, ഒന്നുമില്ല. ഞാൻ വണ്ടിയുണ്ട്, പൈസയുണ്ട്, എല്ലാ വിലയ്ക്കും നമ്മളുടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാത്തതെന്നറിയോ, ഒരു കൂട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരാളില്ല. കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വായിൽ നിന്നെങ്കിൽ കിട്ടുമെന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ദുബായിൽ 3 ദിവസം നിൽക്കുന്ന സമയത്ത് വീണ്ടും മെൻ്റലി ഡൗൺ ആയി, ആകെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. എന്താണ് കാര്യങ്ങൾ ഒരാളോട് തുറന്ന് സംസാരിക്കാൻ ഒരു ആത്മാർത്ഥ സുഹൃത്തില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഓണത്തിൻ്റെ ആ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാനോ വേറെ ഒന്നിനും ഒരു മൂഡില്ലാതെ അങ്ങനെ പറ്റൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയ ഒരാളോട് തുറന്നു പറയാൻ ഒരു ആത്മാർത്ഥ സുഹൃത്തില്ല തുറന്നൊരു കാര്യം പറയാൻ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ ഇതിലൊക്കെ കാണുമ്പോൾ ആൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ഈ ഒരു ഫെയിമിൻ്റെ പിന്നാലെ വരുന്ന ആളുകളാവും. ചിലപ്പോൾ ആൾ പറഞ്ഞത് കറക്റ്റ് ആവും. ഒരു ആത്മാർത്ഥ സുഹൃത്ത് വേണമല്ലോ. എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവാനും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് വിശ്വാസമായിട്ട് പറയാനൊരു ആത്മാർത്ഥ സുഹൃത്തുക്കൾ വേണം എന്നുള്ളത് അത് ഇല്ല എന്നാണ് ഇപ്പം മല്ലു പറഞ്ഞുകൊണ്ടുവരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ബന്ധങ്ങളുണ്ട്. അപ്പം അതൊന്നും ഒരു യഥാർത്ഥ സുഹൃത്തല്ല
അതൊക്കെ ഈ ഒരു ഫെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയങ്ങളാണ്. അതൊന്നും ഒരു യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്നാണ് ഇപ്പം മല്ലുവിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, മല്ലു പറയുന്നത്. ബാക്കിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. 7-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അതിനിടെ ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഹയർ ചെയ്തു. ബട്ട് എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മൈൻഡ് ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പം എനിക്ക് ആൾ അവൈലബിൾ അല്ല. ബിക്കോസ് അവരിവിടെ അല്ല ഉള്ളത്. 7-ാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി. കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി. എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി. എനിക്ക് വിറക്കാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്. സോ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് മല്ലു ആ ഒരു പോസ്റ്റിനും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരം ഇവിടെയാണ് പറയുന്നത്. ആൾക്ക് തന്നെ തോന്നി, കയ്യിൽ നിന്ന് പോയി, മെന്റലി ഒരു വളരെ മോശം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആൾ കടന്നുപോയി എന്നുള്ളത് ആൾക്ക് തന്നെ മനസ്സിലായി. ഒരു സൈക്കാട്രിസ്റ്റിനെ വരെ കാണേണ്ടി വന്നു. വീണ്ടും ആൾക്കിത് തീരെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ശരീരം ഹീറ്റായിട്ട് ശരീരം വിറക്കാനൊക്കെ തുടങ്ങി. വളരെ ഒരു മോശം സ്റ്റേജിലേക്ക് കടന്നുപോയി. അങ്ങനെ പെട്ടെന്നുള്ള ആ ഒരു ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ ഒരു സെക്കൻഡിന്റെ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടമാണല്ലോ. അതിപ്പോൾ എത്ര വലിയൊരു ഇൻഫ്ലുവൻസർ ആയാലും എന്ത് ക്ലാസ് എടുക്കുന്ന ആളായാലും ഒരു മനസ്സിന്റെ ഒരു സെക്കൻഡിന്റെ ഒരു ചാഞ്ചാട്ടമാണല്ലോ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് എടുത്തു ചാടുന്നത് ഒരു സെക്കൻഡിന്റെ ചാഞ്ചാട്ടമാണല്ലോ. അത് മല്ലു ഈ ഷാക്കിർ എന്ന് പറഞ്ഞ ആളുടെ ജീവിതത്തിലും സംഭവിച്ചു എന്നുള്ളതാണ് മല്ലു പറയുന്നത്. അത് ഏത് രീതിയിലാണ് അറ്റംപ്റ്റ് ചെയ്തത് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു സുഹൃത്ത് വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോ ആ ഒരു മണ്ടത്തരം ചെയ്തു, ഇനി അതിന് മുതിരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സെക്കൻഡ് നിമിഷത്തിൽ അങ്ങനെ ഒരു തോന്നി, അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തു. ഇപ്പൊ അതിൽ നിന്ന് റിക്കവർ ആയി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നോട് തല്ലുകൂടിയേ, അല്ല എന്നോട് ഇഷ്യൂസ് ഉണ്ടാക്കി, എന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ വരെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ ബ്രോ പറ്റിയത്, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ, ആ ഒരു ആൻസറാണ് ഏറ്റവും വലിയൊരു വില എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്നാണ് ഞാൻ അറിയുന്നത് ഒരുപാട് പേര് എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി എനിക്ക് എയ്ഡ്സാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ ഒരു 10 ദിവസം മാറി നിന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് പല ആളുകളും പല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് പറ്റി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, മല്ലു ട്രാവലറിന് ക്യാൻസറാണ്, മല്ലു ട്രാവലറിന് എയ്ഡ്സാണ് എന്നൊക്കെ പല രീതിയിലും പല ആളുകളും വീഡിയോ ചെയ്തത് കണ്ടു. പല ആളുകളും നല്ല രീതിയിൽ കമന്റിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. പണ്ട് ശത്രുക്കളായിരുന്ന ആളുകൾ പോലും എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതും പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ അപ്പുറം ഇപ്പുറം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു 3-4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. ഒരു 100 കോടി ആസ്തിയിലൊരു മനുഷ്യനേക്കാളും ഒരു 4-5 റിയൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. ഈ പറഞ്ഞത് നമ്മളൊക്കെ മല്ലു ട്രാവലറിന്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട്, എല്ലാ രാജ്യത്തും ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാള്. എനിക്കിപ്പോഴും തോന്നുന്നതാണ്, ഇത്രയും ആളുകളായിട്ട് ബന്ധമുള്ള, ഇത്രയും ആളുകളായിട്ട് ഫ്രണ്ട്സ് ഉള്ള ഒരാൾക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. അപ്പോ അതൊരു കറക്റ്റ് പോയിന്റ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. എത്ര നമ്മളെ കുടുംബങ്ങൾ ഉണ്ടായിട്ടും, നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും, നമുക്ക് വാഹനമുണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരാളോടൊരു കാര്യം തുറന്ന് പറയേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അതിന് പറ്റിയൊരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് നമ്മുടെ സ്വഭാവം കൂടി നല്ലതാവണം. നമുക്ക് ഒരു സുഹൃത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിന് നമ്മുടെ സ്വഭാവം കൂടി പറ്റണമല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ
നല്ല സൗഹൃദങ്ങൾ, ആ നല്ല സൗഹൃദങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ സൗഹൃദങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നല്ല സൗഹൃദങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക്. അപ്പം മല്ലുവിൻ്റെ വിഷയം മല്ലു തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി തുടർന്ന് നല്ല വ്ളോഗുകളും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇനി അവൻ്റെ ജീവിതത്തിൽ വന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.